കേരളകൗമുദിയിലെ എന്റെ പത്രാധിപ സുഹൃത്തുക്കളോട് പറയുകയാണ് കേട്ടോ. കേരളകൗമുദിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ജോലി ഭാരത്തിന്റെ 100% ഭാഗം കൂടി SIR പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന BLOമാർക്ക് ഇല്ലാന്നേ. ഇല്ല. വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ഞാനെന്ന് പറയട്ടെ, അതായത് നമ്മുടെ ഒരു ബൂത്തില് എത്ര 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 വോട്ടർമാരുണ്ടാവും? ശരാശരി കണക്കനുസരിച്ച് 800 മുതൽ 1400 വരെയാണ്. പരമാവധി 1400, ഏറ്റവും കുറഞ്ഞത് 800. 800നും 1400നും ഇടയിലാണ് വോട്ടർമാരുടെ എണ്ണം. ഈ വോട്ടർമാര് എത്ര വീടുകളിലാണ് താമസിക്കുന്നത് നിങ്ങൾക്കറിയോ? അതായത് നമ്മുടെയൊക്കെ ഇവിടെ, പ്രത്യേകിച്ച് ഈ മലബാർ പ്രദേശത്തൊക്കെ, നമ്മുടെ ഇവിടെ ഒരു വീട്ടില് 2 ആള് അല്ലെങ്കിൽ 3 ആള് അല്ലെങ്കിൽ 4 ആള്, ചിലപ്പോൾ 5 ആളുണ്ടാവും, 6 ആളുണ്ടാവും, 7 ആളുണ്ടാവും. അത്തരത്തിൽപ്പെട്ട എന്ന് പറയാൻ ശരാശരി എടുക്കാം. ശരാശരി ഒരു വീട്ടിൽ 3 അല്ലെങ്കിൽ 4 എന്ന് കൂട്ടിക്കോ. ശരാശരി ഒരു വീട്ടിൽ അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 പേരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ 800 മുതൽ 1400 വരെ വോട്ടർമാരെ കണ്ടെത്താൻ ഇവർക്ക് എന്ത് കൊടുക്കാൻ? ഈ ഫോം കൊടുക്കാൻ. ഈ ഫോം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരൊറ്റ ഷീറ്റ്. ഈ നീറ്റിന്റെ ഒക്കെ, നമ്മളിവിടുത്തെ കുട്ടികൾ മുഴുവൻ നീറ്റ് പരീക്ഷയ്ക്ക് എഴുതുന്നതാണ്. ഇതിന്റെയൊക്കെ ഫോമൊക്കെ പൂരിപ്പിക്കുന്ന ഒരു എന്ത് കൂളായിട്ടാണ് ഇവരൊക്കെ ഇത് പൂരിപ്പിക്കുന്നത്. എത്ര ഫോമുകളാണ് നമ്മൾ പൂരിപ്പിക്കുന്നത്? ഇതൊരൊറ്റ ഫോമെന്നേ, ഒരൊറ്റ ഫോം ഒരു 6 വരി എഴുതിയാൽ മതി. നിങ്ങളുടെ പേരും നിങ്ങളുടെ അച്ഛന്റെ പേരും അമ്മയുടെ പേരും നിങ്ങളുടെ ഭാര്യയുടെ പേരും എഴുതിയാൽ തീർന്നു. നിങ്ങളുടെ കയ്യിൽ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയാ, ആധാർ കാർഡ്, അത്രയും ഉണ്ടെങ്കിൽ തീർന്നേ. വേറെ പരിപാടി